ഹേയ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ഷാൻസ് വേൾഡ്. അപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് നല്ല ബിസി ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് 2-3 ദിവസമായിട്ട് വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നോട് കുറേ പേര് എനിക്ക് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു, റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇടാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇതേ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയാണ്. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റിട്ട് ഇപ്പോൾ ഉണ്ടാക്കാൻ പോണത് പത്തിരിയും അതുപോലെ നൈസ് പത്തിരിയും അതുപോലെ വറുത്തരച്ച് ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം അവിടെ ഉപ്പൊക്കെ ഇട്ടിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്, പൊടി വാട്ടാനായിട്ട്. അതിന് മുന്നേയിട്ട് ഞാൻ ഇന്നലെ മീൻസ് നൈറ്റിൽ തലേ ദിവസം രാത്രി ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയ സമയത്ത് കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാണ്. അപ്പോഴത്തേനും ദേ ഇവിടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഇതിപ്പോൾ ഒരു 3 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, 2 ഗ്ലാസ് പൊടിക്ക് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു 1/2 ഗ്ലാസ് അങ്ങ് മാറ്റി വെക്കുകയാണ്. എന്ന് വെച്ചാൽ ഇത് കറക്റ്റാണ് അതിന് വെള്ളം, എന്നാലും ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരു 1/2 ഗ്ലാസ് അങ്ങ് മാറ്റി വെക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എനിക്ക് ഡൗട്ടാവും, അപ്പോൾ വെള്ളം കൂടുമോ അങ്ങനെയൊക്കെ ഡൗട്ട് വരും. അപ്പോൾ എന്തായാലും കുറച്ച് മാറ്റി വെക്കും. അതിന് ശേഷം പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് പക്ഷെ എനിക്ക് ആ മാറ്റി വെച്ച വെള്ളം എന്തായാലും ആവശ്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഞാൻ ഇദ്ദേഹം മാറ്റി വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ലോണം വറുത്തിട്ടുള്ള പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലതായിട്ട് വെള്ളം വേണം ഇതിന് നമ്മൾ പൊടി വാട്ടുന്ന സമയത്ത്. അപ്പോൾ പൊടി വാട്ടുന്ന സമയത്ത് സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ പൊടി വാട്ടാൻ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് അടി പിടിച്ച് പോവും. എന്നിട്ട് അതങ്ങ് അടച്ചിട്ട് വെക്കുകയാണ്. കുറച്ചൊരു 15 മിനിറ്റ് അതങ്ങ് അവിടെ ഞാനങ്ങനെ വെക്കാറുണ്ട്. അപ്പോഴത്തേനും ഞാൻ ചിക്കൻ കറി അല്ലേ ഉണ്ടാക്കുന്നത്, വറുത്തരച്ച ചിക്കൻ കറിയാണ്. അപ്പോൾ അതിന് വേണ്ടി ചിക്കൻ നന്നാക്കണം എന്തായാലും. അപ്പോൾ ഇത് ഫ്രോസൺ ചിക്കനാണ്. അപ്പോൾ ഞാനിത് വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ നന്നാക്കുകയാണ്. ഫ്രഷ് ചിക്കൻ വാങ്ങിക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഇന്നിപ്പോൾ ഫ്രോസൺ ചിക്കനെ വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ സിങ്കൊക്കെ ഒന്ന് നന്നായിട്ട് അങ്ങ് വൃത്തിയാക്കിയിടും. അല്ലാന്നുണ്ടെങ്കിൽ നോൺ വെജൊക്കെ എന്ത് നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും സിങ്ക് അപ്പം തന്നെ വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും. പിന്നെ നമ്മൾ ഫുഡൊക്കെ വേറെ ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ അതേ ഞാൻ പറഞ്ഞ പോലെ ഞാൻ വാങ്ങിച്ച വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ അങ്ങ് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ ആ വെജിറ്റബിൾ വെക്കുന്ന ബോക്സില്ലേ, അതിങ്ങനെ കുറച്ച് കച്ചറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്നും എടുത്തിട്ട് നന്നായിട്ട് കഴുകി നല്ലോണം ഡ്രൈ ആക്കി ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് എന്നിട്ട് ബാക്കി വെജിറ്റബിൾസൊക്കെ അതിൽ ഫില്ല് ചെയ്തു. അപ്പം ഞാനിങ്ങനെ ഒരാഴ്ചക്കുള്ള വെജിറ്റബിൾസ് അങ്ങനെ വാങ്ങിച്ചു വെക്കുക ചെയ്യാറ് കേട്ടോ. ഇങ്ങനെ കുറേ വാങ്ങിച്ചു വെക്കാറില്ല, കാരണം ഒരാഴ്ചക്ക് ഒരു മെനു പ്ലാൻ ചെയ്തിട്ട് അതിനനുസരിച്ച് അങ്ങനെ വാങ്ങി വെക്കുക ചെയ്യാറ്. അങ്ങനെ ആ പണികളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതേ നമുക്ക് പത്തിരിക്ക് വേണ്ടിയിട്ട് പൊടി വാട്ടാനുണ്ട്. അപ്പോൾ നല്ല ചൂടാറിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനിതുപോലെ സ്റ്റീൽ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു പിടിയുള്ള കപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ആദ്യം സെറ്റാക്കി എടുക്കും. എന്നിട്ട് കൈവച്ച് കുഴക്കുക ചെയ്യുക. അങ്ങനെ അത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടികളും അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ ഞാൻ പറഞ്ഞ പോലെ പത്തിരിയുടെ ബോൾസൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നൈസ് പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ നൈസ് പത്തിരിയാണ് അധികം ഉണ്ടാക്കാറ്. ഇങ്ങനെ വല്ലപ്പോഴും മാത്രമേ ഞാൻ പ്രസ് പത്തിരി ഉണ്ടാക്കാറുള്ളൂ, കാരണം ഇവിടെ നൈസ് പത്തിരിയാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ കുറച്ച് സമയം വേണം ഇത് ഉണ്ടാക്കാൻ, എന്നാലും വേണ്ടില്ല വെച്ചിട്ട് ഇത് തന്നെ അങ്ങോട്ട് ഉണ്ടാക്കും. അപ്പോൾ ഇതെല്ലാ പത്തിരിയും പരത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ പത്തിരിയൊക്കെ ചുട്ടെടുക്കണ്ട, അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈങ് പാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേ ഈ നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ചിക്കനും അതുപോലെ സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഒരു 3 വിസിലൊക്കെ ആയിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ പോയപ്പോൾ ഞാൻ തുറന്നതാണ്. അപ്പോഴത്തേനും പത്തിരിയും ഒരു സൈഡിൽ ചുട്ടെടുക്കുന്നുണ്ട്, കറിയും ഒപ്പം ശരിയാക്കുന്നുണ്ട്, കാരണം ഹസ്ബൻഡിനും ഓഫീസിൽ പോകുമ്പോഴത്തേനും ഇതൊക്കെ റെഡി ആവണം. അപ്പം ഇനിയിപ്പോൾ എന്തായാലും കറിയിലേക്ക് വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് വറുത്തിട്ട് അരക്കാൻ പോവുകയാണ്. അപ്പോൾ തേങ്ങ വറുത്ത് നന്നായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്നും നന്നായിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ തൂമിച്ചെടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഹസ്ബൻഡ് ഓഫീസിൽ പോയി, എനിക്കതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ.
ഹസ്ബൻഡ് ഓഫീസിൽ പോയി, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇരുന്ന് കഴിച്ചു. പക്ഷേ മോൻ ഇതുവരെ എണീറ്റിട്ടില്ല. സാധാരണ ഈ സമയത്ത് മോൻ എണീക്കാറുണ്ട്. അപ്പോൾ മോൻ എണീക്കുമ്പോഴത്തേനും എണീക്കുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ പണിയൊന്നും ചെയ്യൂല. ഇനിയിപ്പോൾ മോൻ എണീറ്റ് അവന് ഫുഡൊക്കെ കൊടുത്തിട്ട് ഇനി അടുത്ത പണികൾക്ക് നിൽക്കുള്ളൂ. അപ്പോൾ ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു ഓറഞ്ച് കഴിച്ച് ടി വി ഒക്കെ കണ്ടിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും. ഇപ്പത്തെ മോൻ എണീറ്റിട്ടുണ്ട്, എണീറ്റ് വരുന്നേ ഉള്ളൂ. എന്താണെന്ന് അറിയില്ല, മോനൊന്ന് ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. അല്ലെങ്കിൽ നേരത്തെ ഞങ്ങളൊക്കെ എണീക്കുമ്പോൾ ആ സമയത്ത് തന്നെ അവൻ എണീക്കാറുണ്ട്. ഇന്നിപ്പോൾ വളരെ സന്തോഷത്തിൽ ഹാപ്പി ആയിട്ടാണ് ആൾ എണീക്കുന്നത്. അല്ലാത്ത ദിവസമൊക്കെ അധികം ദിവസവും കരഞ്ഞിട്ട് എണീക്കുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഫുള്ള് പോക്കാണ്, നമ്മളൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അയ്യോ അശ്വിനി, പല്ല് തേക്കണ്ടേ? ഇനിയിപ്പോൾ മോന് ഫുഡ് കൊടുക്കണം. അപ്പം ഞാൻ പത്തിരിയാണ് ഇന്നിപ്പോൾ ഉണ്ടാക്കിയത്. അപ്പോൾ പത്തിരി കറി മോന് കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കും. അപ്പോൾ എരിവൊന്നും അത്ര പ്രശ്നമല്ല, ഒക്കെ കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴിക്കോ ഇല്ലയെന്ന് ചില ദിവസം അങ്ങ് കഴിക്കാൻ ഒത്തിരി ബാക്കിലേക്കാണ്. അപ്പം ഞാൻ അവനെ ബ്രഷ് ചെയ്യിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് ഒക്കെ റെഡിയാക്കി ഒക്കെ കഴിഞ്ഞപ്പോൾ മോന് പുറത്ത് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഈ സമയത്ത് അവന് പുറത്ത് പോകണം. പക്ഷെ നല്ല പൊടിക്കാറ്റാണ് ഇപ്പോൾ കേട്ടോ, ഭയങ്കരമായിട്ട് പൊടിക്കാറ്റ് നന്നായിട്ടുണ്ട്. ഫുള്ള് മണ്ണും ഒക്കെ ആയിട്ട് അങ്ങനെ നമ്മുടെ സിറ്റ് ഔട്ടിലൊക്കെ മണ്ണ് അങ്ങനെ നന്നായിട്ട് കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീനാക്കി, നല്ല ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന്. ഈ റോട്ടിലൊന്നും ഇങ്ങനെ കച്ചറ ഉണ്ടാവാറേ ഇല്ല. ഇത് ഇലയൊക്കെ പൊഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇതായിട്ട് കിടക്കുകയാണ്. നല്ല മഴക്കാറും ഉണ്ട്, മഴ പെയ്യും ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ന്യൂസിലൊക്കെ. അപ്പോൾ ഇത് ഞങ്ങളുടെ നൈബറാണ്. അവർ ഞാൻ പറഞ്ഞല്ലോ ലോക്കൽസാണ്, അറബ്സാണ്. അപ്പോൾ അവരുടെ ഉമ്മയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഉമ്മാനെ മാമ എന്നാണ് വിളിക്കുക, മീൻസ് അമ്മേനെ മാമ എന്നാണ് വിളിക്കുക. അപ്പോൾ മാമ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവരെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഉള്ളിൽ ദീദി ഉണ്ട്. ദീദി അവരുടെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മെയ്ഡാണ് ദീദി എന്ന്. അപ്പോൾ ദീദി ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതെന്തോ വെജിറ്റബിൾസ് എന്തോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അവരുടേതായ ഫുഡാണ്, നമുക്കറിയില്ല എന്താണെന്ന്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് ഞാൻ ചോദിച്ചില്ല. ജസ്റ്റ് ഞാൻ ചോദിച്ചപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ ട്യൂണ കിട്ടില്ലേ നമുക്ക് ക്യാനിൽ, അവർ ട്യൂണ വെക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എന്തൊക്കെയോ ടൈപ്പിലാണ് ട്യൂണ വെക്കുന്നത്. ക്യാൻഡ് ട്യൂണ അത് വെക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ക്യാൻഡ് ട്യൂണ, വൈറ്റ് സോളിഡ് ട്യൂണ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ട്യൂണയുടെ മീൻസ് റെസിപ്പി മുന്നേ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഇവിടെ മുകളിൽ ഐക്കാർഡ്സിൽ വരും അത്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് കയറി കുറച്ച് നേരമൊക്കെ അവിടെ മോനായിട്ട് കളിച്ച് നിന്നിട്ട് പിന്നെ ഇങ്ങോട്ട് കയറി. ഇനിയിപ്പോൾ ഉച്ചത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. പിന്നെ ഞാൻ ചോറും അതുപോലെ വഴുതനങ്ങ ഉപ്പേരിയും വഴുതനങ്ങ ഫ്രൈ ആക്കിയതും കൂടിയിട്ട് വെക്കാനാണ് വിചാരിക്കണത്. പിന്നെ മീൻ സോസേജ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് രാത്രിക്ക് വേണ്ടിയിട്ട് പൊരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മേത്തി ലീവ്സ് ആണ്. മേത്തി ലീവ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉലുവയുടെ ഇലയല്ലേ, അതാണ്. ഇത് എനിക്ക് അവർ തന്നതാണ്. അപ്പോൾ ദീദി എന്ന് പറഞ്ഞില്ല, അവർ തന്നതാണ്, അവരുടെ ഫാമിൽ ഉണ്ടായതാണ് അത്രേ. അപ്പോൾ അവരിന് തന്നതാണ്. അപ്പോൾ അതൊന്ന് ഉപ്പേരി വെക്കാമെന്ന് വിചാരിക്കുന്നത്. മേത്തി ലീവ്സ് അവർ മീൻസ് മട്ടനിലൊക്കെ ഇട്ടിട്ടാണ് വെക്കാന്ന് പറഞ്ഞത്. അതറിയില്ലല്ലോ, മീൻസ് നമ്മളങ്ങനെ വെക്കാറില്ലല്ലോ. അപ്പോൾ അത് ഞാനൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീൻ വെള്ളത്തിലിട്ട് വെക്കുകയാണ്. ഇതിപ്പോൾ ആവോലിയാണ്, റെഡ് ആവോലിയില്ലേ, അതാണ്. അപ്പോൾ അത് കറി വെക്കാമെന്ന് വിചാരിക്കുന്നത്. അതും തേങ്ങ അരച്ചിട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തക്കാളി, ഇതുപോലെ ഒരു തക്കാളി എടുത്തിട്ട് കട്ട് ചെയ്തിടുകയാണ്. ഞാൻ മൺചട്ടിയിലാണ് കറിയൊക്കെ വെക്കാറ്. ഇപ്പം എല്ലാവരും മൺചട്ടിയിൽ തന്നെയാവും വെക്കുന്നുണ്ടാവുക. പിന്നെ അതിലോട്ട് വേപ്പില ഇട്ടു, പച്ചമുളക് ഇട്ടു, പിന്നെ കുടംപുളി ഇട്ടിട്ടാണ് വെക്കുന്നത്. അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങ അരച്ചിട്ടാണല്ലോ വെക്കുന്നത്. അപ്പോൾ തേങ്ങയിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, 3 ചെറിയുള്ളി, പിന്നെ വലിയ ജീരകം, വേപ്പില ഇത്ര ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടെ ഇടും. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി ഇത്ര ഇടും. പിന്നെ ഇത് ഫ്രോസൺ തേങ്ങയാണ്. അപ്പം ഞാനത് എടുത്തിട്ട് അതിൽ നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് വെച്ചതാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതൊരു ബട്ടർ പോലെ ഇങ്ങനെ അരക്കുന്ന സമയത്ത് വരും. ചൂടുവെള്ളം ഒഴിച്ചാൽ കറക്റ്റ് അതിൻ്റെ ഒരു പരുവം കറക്റ്റ് ആയിരിക്കും.
അപ്പം ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്ക് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കാം. എന്നിട്ട് ഇതങ്ങ് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് ചൂടാക്കുക. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിൽ തക്കാളിയൊക്കെ ഉടഞ്ഞ് നന്നായിട്ട് വരുമ്പോൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ മീനൊന്ന് വെന്താൽ നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് അതും വേപ്പിലയും കൂടെ വെളിച്ചെണ്ണയിൽ തൂമിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ കറി നമ്മുടെ റെഡിയാവും. അങ്ങനെ എൻ്റെ കറി ഇതാ അപ്പോൾ അവിടെ റെഡിയാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വഴുതനങ്ങയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പം ഞാൻ വിചാരിക്കുന്ന വഴുതനങ്ങ ഇത്രയും ഉണ്ടല്ലോ, ഇനിയിപ്പോൾ അത് ഫ്രിഡ്ജിൽ വെക്കണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ വഴുതനങ്ങ ഇതുപോലെ കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തു. നമ്മൾ വലിയ വഴുതനങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഈ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപ്പേരിക്കും അതുപോലെ ഫ്രൈ ചെയ്യാനും ഒരേപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് കായം പുരട്ടി വെക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ കായം പുരട്ടി വെക്കാന്നൊക്കെയാണ് കേട്ടോ പറയുക. ഈ മീനാണെങ്കിൽ ഇതൊക്കെ കായം എന്നാണ് പറയുക. അപ്പോൾ അതിന് വേണ്ടി കായം പുരട്ടി വെക്കാനായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് തന്തൂരി ചിക്കൻ മസാല അല്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല, ഗരം മസാല ഒക്കെ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക. നമുക്ക് എത്രയാണോ വേണ്ടിച്ചെങ്കിൽ അത്ര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കത് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം. പിന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കില്ല, അതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ ദേ ഇവിടെ എൻ്റെ മോന് നമ്മുടെ ബ്രെഡ് ക്രംസ് ഇല്ലേ, അതൊക്കെ നിലത്ത് ഫുള്ള് പരത്തിയിട്ടിട്ടുണ്ട്. എന്നിട്ട് അത് ഞാൻ കണ്ടില്ല എടുത്ത് തരുന്നത്. ഇനിയിപ്പോൾ അതെടുത്തിട്ട് ഓടാണ് ഹാളിൽ കൊണ്ടുപോയിടാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ വിചാരിച്ചത് എന്തായാലും നല്ല ഡീപ്പ് ക്ലീനിങ് എന്തായാലും ചെയ്യണം. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ അതുവരെ അവൻ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് അവനങ്ങ് വിട്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ തന്നെ അടിച്ചു വാരുന്നുണ്ട്, അവൻ്റെ വക അവരൊരു അടിച്ചു വാരലൊക്കെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ക്ലീനിങ്ങിന് വേണ്ടി ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇത് ഹാളിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അതാത് പ്ലേസിൽ വെക്കണം. തുണികൾ അലക്കിയത് ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. പുറത്തിട്ട് ഒരു നിവർത്തിയില്ല. പുറത്തിടെ ഇപ്പോൾ നല്ല മഴയും വരുന്നുണ്ട്, നല്ല മഴക്കാറുണ്ട്. മഴ ഇങ്ങനെ ചാറി നിൽക്കുന്നുണ്ട്. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചക്ക് കുറച്ച് നേരം ഫുഡ് കഴിക്കലും കുളിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്ക് മോന് കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ എനിക്ക് കുറച്ച് എഡിറ്റിങ്ങും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ക്ലീനിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 5 മണിയായപ്പോൾ മോൻ എണീറ്റു. അപ്പോൾ 5 മണിയായപ്പോൾ ഞാൻ വീണ്ടും കിച്ചണിൽ കയറി അവന് ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്ത് പിന്നെ അരി വെള്ളത്തിലിട്ടത് അരച്ച് വെക്കുകയാണ്. അപ്പോൾ അരി മാത്രമേ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഉഴുന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കിയതിന് ശേഷം പൊടിച്ചെടുത്തിട്ട് അങ്ങനെ പൊടിയാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് അരി അരക്കുന്ന സമയത്ത് അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അരക്കുകയാണ് ചെയ്യുക. അപ്പോൾ പച്ചരി മാത്രമേ വെള്ളത്തിലിട്ട് വെക്കാറുള്ളൂ. ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നാട്ടിൽ നിന്ന് ഇങ്ങനെ ചെയ്തിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ അവർ പോകുമ്പോൾ തന്നിട്ട് പോയതാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യാറ്. ഉഴുന്നും കൂടെ ഇട്ടിട്ട് അരക്കേണ്ട ആവശ്യമില്ല. പിന്നെ ദോശ കുഴപ്പമൊന്നുമില്ല, നല്ല ഞാൻ ഉഴുന്ന് പൊടി തന്നെയല്ലേ, ഉഴുന്ന് പോലെ തന്നെയല്ലേ, പൊടിയാണെന്നല്ലേ ഉള്ളൂ. അപ്പോൾ പക്ഷേ ദോശ നന്നായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചു. പിന്നെ മോന് ഇത് നീറ്റ് കഴിഞ്ഞാൽ പിന്നെ കൂടെ തന്നെ ഉണ്ടാവും. അത് എടുത്ത് വിട്ടിട്ടും ഇതെടുത്തിട്ടിട്ടൊക്കെ. ഇതിപ്പോൾ തണുപ്പായതുകൊണ്ട് ഞാൻ ഒന്നെങ്കിൽ ഓവനിൽ വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിലങ്ങ് ഇറക്കി വെക്കുക ചെയ്യുക. അപ്പോൾ അതങ്ങ് നന്നായിട്ട് പൊന്തിക്കോളും. അപ്പോൾ ആൻറ്റി, ഞങ്ങളുടെ നൈബർ ഉണ്ടല്ലോ ആൻറ്റി കൊണ്ടു തന്നാണ് ഇപ്പോൾ ജിലേബിയില്ലേ, കുഞ്ഞു ജിലേബി, അതും ഉഴുന്നുവടയും കൂടിയിട്ട്. ഉഴുന്നുവട നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല എരിവായിട്ട്. ഒരു വാങ്ങിയതാ തോന്നുന്നുണ്ട്. അങ്ങനെ മധുരം എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനതവിടെ വെച്ചു. ഉഴുന്നുവട കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കിച്ചണിൽ വന്ന് നോക്കുമ്പോൾ പഴം ഇരിക്കുന്നുണ്ട്, പഴുത്ത പഴം, നല്ലോണം പഴുത്തിരിക്കുന്ന പഴം. അപ്പോൾ പിന്നെ അത് പൊരിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തായാലും അത് നാശമായി പോകും. അപ്പോൾ ഞാൻ അതൊന്ന് പൊരിക്കാൻ വിചാരിച്ചു. പിന്നെ ഈ മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഫ്രൈ ചെയ്തതും കട്ടൻ ചായ അങ്ങനെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാവില്ല. എനിക്ക് പഴംപൊരി വിത്ത് കട്ടൻ ചായ ഭയങ്കര ഇഷ്ടമാണ്. ചിലർക്ക് ഉഴുന്നുവട, ഉള്ളിവട അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ച് പഴം പൊരിക്കാമെന്ന്. അപ്പോൾ ഹസ്ബൻഡ് വരുന്ന അന്ന് എന്തായാലും
ചായ കുടിക്കാനുണ്ടാവും. അപ്പോൾ ചായ കുടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇതൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കാൻ വിചാരിച്ചിട്ട് പഴമൊക്കെ പൊരിച്ചു. ഇനി തുണികൾ കണ്ടില്ലേ സോഫയിൽ ഇട്ടിരിക്കുന്നത്, അത് ഇനി മടക്കി വെക്കാനുണ്ട്. പുറത്ത് ഇതാ മഴ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ മഴ ഇങ്ങനെ. ഇവിടെ കുറേ ആയിട്ട് മഴയൊന്നും ഉണ്ടാവാറില്ലല്ലോ, അതുകൊണ്ട് നല്ല രസമുണ്ട്. ഇപ്പോൾ ഇത് 6 മണിയായി. ഇനിയിപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ പ്രെയറും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് പ്രെയറൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് അപ്പോൾ ഇതിന് ഹസ്ബൻഡ് വരും. പിന്നെ ഒന്ന് ജസ്റ്റ് പുറത്ത് പോയി അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം കഴിയും. അപ്പോൾ ഇതാണ് ഇത്രയുള്ള വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.